അവന് ഹജ്ജില്ല. ഖാല തആല, അല്ലാഹു തആല പറയണം അടുത്ത ഭാഗം, ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ് ഐ ഔജബഹു വഅൽസമഹു നഫ്സഹു ബിശ്ശുറൂഇ. ഒരാൾ അതിൽ ഹജ്ജ് സ്വയം നിർബന്ധമാക്കിയ എന്ന് വെച്ചാൽ തന്റെ നഫ്സിന് ഇത് ഒരു ബാധ്യതയായി കണക്കാക്കുകയും ഹജ്ജിന്റെ കർമ്മങ്ങൾ തുടങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ എന്നാണ്. ഫഖദ് മർറ ബയാനു കൈഫിയത്തിഹി, എങ്ങനെയാണ് അത് തുടങ്ങേണ്ടത് എന്നുള്ള രൂപം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ തഖദ്ദമ തഫ്സീറു റഫസ് ഫി ആയാത്തി സിയാം. റഫസ് എന്നുള്ള വാക്ക് സിയാമിന്റെ ആയത്തിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഉഹില്ലലക്കും ലൈലത്തുൽ സിയാമിർ റഫസു ഇലാ നിസായിക്കും എന്ന് പറഞ്ഞ അവിടെ റഫസ് വന്നിട്ടുണ്ട്. വനഹു കിനായത്തുൻ അനിൽ ജിമാ, സ്ത്രീ പുരുഷ സംസർഗം എന്ന ജിനാ എന്നുള്ള വാക്കിന്റെ ഒരു വ്യംഗ്യ പ്രയോഗമാണ് റഫസ് എന്നും നേരത്തെ പറഞ്ഞതാണ്. ഫുസൂഖ് എന്താ? വൽ ഫുസൂഖ് ഫസഖ എന്ന ഖറജാണ്. വൽ ഫുസൂഖ് അൽ ഖുറൂജ് അൻ ഹുദൂദി ശർഅ ബിഅയ് ഫിഅലി മഹ്ലൂർ. ശർഇന്റെ അതിർത്തികളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫിഅൽ ചെയ്യുക വഴി പുറത്തു പോവുക എന്നുള്ളതാണ്. മഹ്ലൂറായ അനനുവദനീയമായ ഏതെങ്കിലും ഒരു ഫിഅൽ ചെയ്ത് പുറത്തു പോവുക എന്നുള്ളതാണ് ഫുസൂഖ്. വഖീല ഇന്നൽ മുറാദ ബിഹി അദ്ദബ്ഹു ലിൽ അസ്നാം ഖാസ. എന്നാൽ ബിംബങ്ങൾക്ക് വേണ്ടിയുള്ള ബലി അണുത്തൽ മാത്രമാണ് ഈ ഫുസൂഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യാഖ്യാനിച്ചുണ്ട്. ഖീലാണ് പറയുന്ന വലിയ ശക്തിയില്ലാത്തതുകൊണ്ടാണ് കാല പോയി ഖീലായത്. വഹസ്സബാലുഹും ബിശ്ശിബാബ്. പിന്നെ ചിലർ ഫുസൂഖിന് ശകാരിക്കൽ എന്ന് മാത്രം പ്രത്യാർത്ഥം കൊടുത്തു. അതുപോലെ തനാബുസ് ബിൽ അൽഖാബ്, തനാബുസി ബിൽ അൽഖാബ്, ആളുകളെ രണ്ടാം പേര് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ വിളിക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, തനാബുസ് ബിൽ അൽഖാബ് തന്നെ സൂറത്തുൽ ഹുജറാത്ത്. ആ തനാബുസ് ബിൽ അൽഖാബും ശകാരവുമാണ് ഇവിടെ ഫുസൂഖ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം. ഒരു ഖീലുണ്ട്. പിന്നെ ജിദാൽ, ജിദാലു ഹു ബിമാനൽ ജദൽ, ജിദാൽ മിനൽ ജദൽ. അവിടെ ജിലാദ് എന്നാ കൊടുത്തത്. ജിദാൽ എന്നുള്ള മിനൽ ജദൽ ബിമാന അൽ ഖത്ൽ. അപ്പോ അല്ല, ജലാദ് തന്നെ. ജലാദ് എന്ന് പറയുമ്പോൾ ഖത്ൽ എന്നുള്ള അർത്ഥം വരും. ആ അർത്ഥമാണ് ജദലിനും എന്നാണ്. വഖീല ഹുവൽ മിറാഉ ബിൽ ഖൗൽ, സംസാരം വഴിയുള്ള തർക്കത്തിന്റെ പേരാണ് ജിദാൽ എന്ന് ഖീലയുണ്ട്. വഹു യക്സുറു ആദത്തൻ, ഇത് പലപ്പോഴും ഉണ്ടാവാറുള്ളത് എവിടെയാണ്? ബൈന റഫഖത്തി വൽ ഖദം ഫി സഫർ. അതായത് യാത്രയിൽ പിന്നെ സേവകരും ഒപ്പം ഉള്ളവരുമായ ആളുകൾക്കിടയിൽ ഉണ്ടാകും. ലിയന്ന മശഖത്തഹു തുളയ്യിഖുൽ അഖ്ലാഖ്, കാരണം യാത്ര എന്ന ഒരു പ്രയാസമുള്ള കാര്യമാണ്. ആ പ്രയാസം ആളുകളുടെ ഹുലുക്കുകളെ വളരെ സങ്കീർണമാക്കും, കുടുങ്ങിയതാക്കും. അപ്പൊ വിശാലതയൊക്കെ പോകും. അപ്പൊ തമ്മിൽ പിന്നെ ദേഷ്യം പിടിക്കാൻ തുടങ്ങും. അങ്ങനെ ഉള്ളൊരു സംഗതിയാണ് യാത്ര. അവിടെ ജിദാല് സ്വാഭാവികമായിട്ട് വരും. പക്ഷെ ഹജ്ജിന് വേണ്ടിയുള്ള യാത്രയിലും ഹജ്ജ് വേളയിലുടനീളവും ജിദാല് പാടില്ല എന്ന് അല്ലാഹു വ്യക്തമായി ഇവിടെ വിലക്കുകയാണ്. വഖുലുന്നഹു യജൂസ് ഹംലുഹ അലാ ജമീഇ മആനിഹിൽ ഹഖീഖിയ്യ വഗൈരിഹ. എനിക്ക് പറയാനുള്ളത്, ഈ വാക്കിന്റെ ഹഖീഖി അർത്ഥങ്ങൾക്കെല്ലാം ഇത് വ്യാഖ്യാനിക്കാം, അല്ലാത്തതിനും വ്യാഖ്യാനിക്കാം. അല്ല ഖൗലു ശാഫിഈ ഇബ്നു ജരീർ അൽ മുഖ്താർ ഇൻദന, ഇമാം ഷാഫിയും ഇബ്നു ജരീറും ഒക്കെ പറഞ്ഞ അഭിപ്രായങ്ങൾക്ക് പറയാം. വയഖൂലു നഫ്യു അൽ മുറാദ് അൽ ബിഹി അൻ നഹ്യ ഫി ബഅദിഹാ ലിത്തഹരീം. ഇവിടെ പിന്നെ നഫി എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്നുള്ള നഫിയുടെ ഉദ്ദേശം നഹിയാണ്. ഹറാമിന്റെ അർത്ഥം കുറിക്കുന്ന നഹി. റഫസ് ഉദാഹരണം ഹറാമാണ്. ഇമാനൽ ജിമാ, ജിമാ എന്നുള്ള അർത്ഥത്തിലുള്ള റഫസ്. ലാ യഫ്സിദു അൻ നുസുക്, അത് പക്ഷേ നുസുക്കിനെ ഫസാദാക്കുകയില്ല എന്നാണ് പറയുന്നത്. വഫി ബഅദിഹ അൽ-ആഖർ ലിൽ കറാഹത്തി ശദീദ, വേറെ ചില കാര്യങ്ങളിൽ ഇത് വളരെ ശദീദത്തായ മക്രൂഹാണ് എന്നർത്ഥം യോജിപ്പിക്കുന്നതാണ്. റഫസ് ബിമാനൽ കലാമി സരീഹ് ഫി മുരീബിൽ വിഖാർ. അതില് റഫസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരാള് പിന്നെ വിഖാ എന്ന് പറഞ്ഞാൽ ജിമാ തന്നെ, ജിമാന്റെ കാര്യത്തിലേക്ക് ഉള്ള വളരെ പരസ്യമായ വ്യക്തമായ സംസാരം. ജിമാ എന്ന പ്രവൃത്തി ചെയ്യുന്നില്ല, പക്ഷെ ആ നിലക്കുള്ള സംസാരം, ശക്തി ടോക്ക്, ആ ടോക്ക് ഇവിടെ വളരെ മക്രൂഹായ കാര്യമാണ്. കമാ തഖദ്ദം ബയാനുഹു ബി തഫ്സീർ ആയാത്തി സിയാം, അതെല്ലാം സിയാമിന്റെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ നേരത്തെ വന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ്. ഫഖൽ ഉസ്താദുൽ ഇമാം,
إن تفسير الكلمات الثلاث ينبغي أن يكون متناسبا وبحسب حال القوم في زمن التشريع. ഇവിടെ ഇമാം പറഞ്ഞൊരു കാര്യം, മുഹമ്മദ് പറഞ്ഞൊരു കാര്യം എന്താണ്, ഈ മൂന്ന് വാക്കുകളുടെയും വ്യാഖ്യാനം പറയേണ്ടത് റഫസ്, ഫുസൂഖ്, ജിദാൽ. ഇത് ഒന്ന് പിന്നെ ഈ ശരീഅത്ത് ഈ നിയമങ്ങൾ വരുന്ന കാലത്ത് അവിടുത്തെ ഖൗമിന്റെ ഹാൽ എന്താണോ, അവർ മനസ്സിലാക്കുന്ന അവരുടെ ഒരു ഫഹം എന്താണോ, അതിനോടൊക്കെ യോജിക്കുന്ന രീതിയിൽ ആ വാക്കുകളെ വ്യാഖ്യാനിക്കണം. ഫമർ റഫസ് ഫഹ്വ കമാ ഖീല അൽ ജിമാ. അപ്പൊ അങ്ങനെ വരുമ്പോൾ റഫസ് എന്നുള്ളത് അവർക്കും പരിചിതമായ അർത്ഥമുള്ളത് ജിമാ തന്നെയാണ്. ഫമൽ ഫുസൂഖ് ഫഹ്വ അൽ ഖുറൂജ് അമ്മാ യജിബ് അലൽ മുഹരിം ഇലൽ അഷ്യാഇ ലത്തി കാനത് മുബാഹത്തൻ ഫിൽ ഹിൽ. എന്ന ഫുസൂഖ് എന്താ? അൽ ഖുറൂജ്, പുറത്തു കടക്കൽ. അമ്മാ യജിബ് അലൽ മുഹരിം, ഒരു മുഹരിമായ ആൾക്ക് നിർബന്ധമുള്ള കാര്യങ്ങൾ അതിന് പുറത്തു കടക്കൽ. എവിടേക്ക് കടക്കൽ? ഇല്ല അഷ്യാഇ ലത്തി കാനത് മുബാഹത്തൻ ഫിൽ ഹിൽ. അയാൾ ഇഹ്റാമിൽ വരുന്നതിന് മുമ്പ് ഹില്ലായിരിക്കുന്ന കാലത്ത് ആൾക്ക് ഹലാലായിരുന്ന കാര്യങ്ങളുണ്ട്. ഒരാൾ ഹില്ലായിരിക്കുമ്പോൾ ഹലാലാകുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളിലേക്ക് വരിക. സ്വയ്ദ്, പിന്നെ ത്വീബൊക്കെ പോലെ വേട്ടയാടല്, സുഗന്ധം ഉപയോഗിക്കൽ പോലുള്ള കാര്യങ്ങളൊക്കെ ഹില്ലിലാണെങ്കിലും മുബാഹാണ്. അതിലേക്ക് ഹജ്ജ് വേളയിൽ വരിക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശം. വസ്സീന ബിൽ ലിബാസിൽ മഹീദ്, അതേപോലെ തന്നെ തുന്നിയ ചുറ്റിക്കൂട്ടിയ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടുള്ള സീനത്ത്, ഇതൊക്കെ ഇഹ്റാമിൽ വരുന്നതിന് മുമ്പ് ഹലാലാണ്. ആ ഹലാലുകളിലേക്ക്, ഇഹ്റാം കൊണ്ട് പ്രത്യേകം ഹറാമായ ആ മുൻ ഹലാലുകളിലേക്ക് മടങ്ങുന്നതിന്റെ പേരാണ് ഫുസൂഖ് എന്ന് വ്യാഖ്യാനം. വൽ ജിദാൽ ഹുവ മാ കാന യജ്രി ബൈനൽ ഖബാഇൽ മിന തനാസുഅ വ തഫാഖുർ ഫിൽ മൗസിം. എന്നാൽ ജിദാൽ എന്ന് പറഞ്ഞാൽ ജാഹിലിയ കാലത്ത് അവരുടെ ഉത്സവ വേളകളിൽ ആൾക്കാർ കൂടുന്ന ഇടങ്ങളിൽ, മൗസിമുകളിലൊക്കെ അവർ ഗോത്രങ്ങളുടെ പേരിൽ പരസ്പരം ഫഖ്ർ പറയും. അതേപോലെ തന്നെ അന്യോന്യം തർക്കം ഉണ്ടാവും കബീലകൾ തമ്മിൽ. ഇതിനെ അല്ലാഹു തആല വിലക്കുകയാണ്. ഹജ്ജിന് വന്നാൽ ഈ പരിപാടി പറ്റില്ല. ഫബിഹാദാ യകൂനു തനാസുബ് ബൈനൽ കലിമാത്ത്. അങ്ങനെ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കലിമകൾ തമ്മിൽ ഒരു പരസ്പരമായ ബന്ധം ഉണ്ടാവും. അപ്പോൾ ഇല്ല ഹമിലത്ത് കുല്ലുഹാല മദലൂലി ഹൽ ലുഗവി. അങ്ങനെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് വേണ്ടി വരും? ഈ വ്യാഖ്യാനങ്ങളൊക്കെ തല്ലിക്കെടുത്തിയിട്ട് ഈ വാക്കുകൾ അതിന്റെ ലുഗവി മദലൂലിയിലേക്ക് മാത്രം കൊണ്ടുപോകേണ്ടി വരും. ഓരോ വാക്കിനുള്ള ഭാഷാപരമായിട്ടുള്ള ഒരു പ്രാഥമിക അർത്ഥം ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഫുഹ്ഷ് പറയാന്നുള്ളതായിരിക്കും റഫസ്. അതായത് സെക്സും മറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിന്റെ പേരാവും റഫസ്. വൽ ഫുസൂഖ് എന്ന് പറഞ്ഞാൽ തനാബുൽ അൽഖാബ് അല ഹദ്ദി വലാ തനാബുൽ അൽഖാബ് ബിസ്മിൽ ഫുസൂഖ്. ഫുസൂഖായ ഇസ്മ എത്ര മോശം എന്ന് അല്ലാഹു സൂറത്തുൽ ഹുജറാത്ത് പറഞ്ഞു. വലാ തനാബുൽ അൽഖാബ് എന്ന് പറഞ്ഞതിന് ശേഷം അപ്പൊ ആ ഫുസൂഖാണ് ഇവിടെയും പറയുന്നത്, അഥവാ തനാബുൽ അൽഖാബാണ് ആ ഫുസൂഖ് ഇവിടെ എന്നർത്ഥം പറയുന്നു. വൽ ജിദാൽ മിറാ വൽ ഖിസ്വാം. പിന്നെ ജിദാൽ എന്ന് പറഞ്ഞാല് തമ്മിലുള്ള തർക്കം, വാഗ്വാദം, വിവാദം. അപ്പൊ തക്കൂൻ ഹാദിഹിൽ മനാഹി കുല്ലുഹ ആദാമൻ ലിസാനി. അങ്ങനെ വരുമ്പോൾ ഈ നിരോധനങ്ങൾ മുഴുവൻ നാവ് കൊണ്ടുള്ള അദബുകൾ ആണ് എന്ന് മനസ്സിലാവും. നാവ് പാലിക്കേണ്ട അദബുകളാണ് ഇവിടെ പറഞ്ഞത്. വന്നുക്തഫി മന്നോയ് ഹാദിൽ അഷ്യാഇ അലാ അന്നഹ ആദാബുൻ ലിസാനിയ. ഇത് ലിസാനിയായ ആദാബാണെന്നിരിക്കെ ഈ കാര്യങ്ങൾ തടഞ്ഞതിനകത്തുള്ള പോയിന്റ് എന്താ? തഅലീമുൻ ഷഅനിൽ ഹറം, അത് ഹറമിന്റെ മഹത്വം വലുതാക്കുക എന്നുള്ളതാണ്. വതഗ്ലീദു അംരിൽ ഇസ്മി ഫീഹി, അവിടെ വെച്ച് പാപം ചെയ്യുന്നത് വളരെ ഗുരുതരമാണ് എന്ന് ബോധ്യപ്പെടുത്തലാണ്. ഇതിൽ അമർ തഖ്തലിഫ് ബിഖിലാഫി സമാൻ വൽ മകാൻ. എന്തുകൊണ്ട് വെച്ചാൽ മനുഷ്യന്റെ അമലുകളൊക്കെയും കാലദേശ വ്യത്യാസങ്ങൾക്കനുസരിച്ച് അതിന്റെ അളവിലും അതിന്റെ മൂല്യത്തിലൊക്കെ വ്യത്യാസം വരും. ഫലിൽ മലഇ ആദാബ് വൈറു ആദാബിൽ ഖൽവ. ഇപ്പോൾ ജനക്കൂട്ടത്തിനാകുമ്പോൾ അതിൻ്റെതായ ഒരു ആദാബുണ്ട്. അത് ആരും ഇല്ലാത്ത ഒഴിഞ്ഞിരിക്കുന്ന സമയത്തുള്ള ആദാബല്ല. ഒരാൾ ഒറ്റക്കാകുമ്പോൾ വേറെ മനുഷ്യന്മാരും കൂടെ ഇല്ലാതിരിക്കുമ്പോൾ അയാൾക്കുള്ള അദബല്ല ജനക്കൂട്ടത്തിലായിരിക്കുമ്പോൾ. മാലഹിൽ അയാള് കുടുംബത്തിന്റെ കൂടെ ഒക്കെ ആയിരിക്കുമ്പോഴുള്ള വൈഖൽ ഫി മജ്ലിസിൽ ഇഖ്വാൻ മാലാ യുഖൽ ഫി മജ്ലിസിൽ സുൽത്താൻ. അയാൾ കൂട്ടുകാരുടെ സദസ്സിലാണെങ്കിൽ അവിടെ വർത്താനം പറയാൻ പറ്റും, സുൽത്താൻ സദസ്സിലാകുമ്പോൾ പറയാൻ പറ്റാത്തത്. അപ്പോ ഇന്നോട് തിന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കണമല്ലോ. അത് തെറ്റിക്കലാണ് ഇവിടെ ഉദ്ദേശം. വൈജിബൻ യകൂനുൽ മർഉ ഫി അവഖാത്തിൽ ഇബാദ വൽ ഹുദൂർ മഅ അല്ലാഹി തആല. ഒരു ഇബാദത്തിന്റെ വേളയിൽ അതേപോലെ അള്ളാഹുവിന്റെ സാന്നിധ്യം മനസ്സിൽ കാണുന്ന പ്രവർത്തനങ്ങളിൽ അയാൾ എങ്ങനെ ആയിരിക്കണം?
അൽ അക്മലിൽ ആദാബ് വഅഫ്ളലിൽ അഹ്വാൽ, ഏറ്റവും കാമിലായതും ഏറ്റവും ഫാദിലായ ഹാലും ഉൾക്കൊള്ളണം. വനാഹിക ബിൽ ഹുദൂർ ഫിൽ ബൈത്ത് അല്ലദി നസബഹു അല്ലാഹു സുബ്ഹാനഹു ഇലൈഹി, പ്രത്യേകിച്ചും അള്ളാഹുവിന്റെ ഭവനത്തിൽ, അള്ളാഹു തന്നിലേക്ക് ചേർത്ത് പറഞ്ഞ ബൈത്തിൽ ഹാജറാവുക എന്നുള്ളത് ഇതിൽ പ്രധാനം. وقد بينا معنى هذه النسبة في تفسير وجعلنا البيت مثابة للناس എന്ന ആയത്തിന്റെ 125 ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട് എന്ന്. പിന്നെ വമസിറു في حالة أنها من محرمات الإحرام وهو أن يتمثل الحاج أنه بزيارة لبيت الله تعالى مقبل على الله تعالى قاصد له. ഇനി ഇഹ്റാമിൽ ഇവയെല്ലാം ഹറാമാക്കി എന്ന് പറഞ്ഞു. അങ്ങനെ ഹറാമാക്കിയതിനകത്ത് അടങ്ങിയിരിക്കുന്ന രഹസ്യം എന്താ? ബഹുവ അൻ യതമസ്സല അൽ ഹാജ് അന്നഹു ബിസിയാറതിഹി ലി ബൈത്തില്ലാഹി തആല മുഖ്ബിലുൻ അലല്ലാഹി തആല ഖാസിദുൻ ലഹു. അത് മറ്റൊന്നല്ല, ഒരു ഹജ്ജിന് വന്ന ഒരാൾക്ക് ശരിക്കും തോന്നണം താൻ അള്ളാഹുവിന്റെ ഭവനം സന്ദർശിക്കുമ്പോൾ താൻ അള്ളാഹുവിന്റെ മുന്നിലേക്ക് വരികയാണ്, അവനെ ലക്ഷ്യം വെച്ച് വരികയാണ് എന്ന ഒരു തോന്നൽ ആൾക്കുളവാകണം. അതാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ അതിന് വിഘാതമായൊക്കെ മാറ്റി നിർത്തണം. അത് സ്ത്രീ പുരുഷ സംസർഗമായിരുന്നാലും അതുമായി ബന്ധപ്പെട്ട വാക്കായിരുന്നാലും ചിന്തയായിരുന്നാലും അതേപോലെ മറ്റുള്ള സംഗതികളൊക്കെ. തൻ്റെ സൗഖ്യത്തിൽ നിന്നും തൻ്റെ സമ്പ്രദായങ്ങളിൽ നിന്നും അയാൾ മുക്തനാവും. വൻസലിഹ് മിൻ വഫാഖിരി, തൻ്റെ ഫഹ്റുകളുടെ ആ ലോകത്ത് നിന്ന് ആള് ഊരി പുറത്തേക്ക് വരും. ഹലാരി, മറ്റുള്ളവരെക്കാൾ തനിക്കുള്ള സവിശേഷ കഴിവുകൾ എന്ന് പറയുന്നതൊക്കെ ആള് താഴോട്ട് വരും. ബിഹുസാവിൽ ഖനിയുൽ ഫഖീർ, അങ്ങനെ വരുമ്പോൾ ഇയാൾ ഖനിയാണെങ്കിൽ ഒരു ഫഖീറുമായിട്ട് ആള് സാമപ്പെടുന്ന അവസ്ഥ വരും തീർച്ചയാണെങ്കിലും. ഇമാസിൽ സൊലൂഖ് അൽ അമീർ, അതുപോലെ ഒരു സൊലൂഖ് അയാൾ അമീറുമായിട്ട് പിന്നെ ഒരുപോലെ വരും. സൊലൂഖ് എന്ന ഒരു ഫഖീറായ മനുഷ്യൻ. അപ്പൊ ഒരു അമീറും സാധാരണ ദരിദ്രനായ ഒരാളും മുമാസിലാവും, ഖനിയും ഫഖീറും ഒരുപോലെ മുസാവിയാവും. ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഹജ്ജിന്റെ വേളയിൽ എല്ലാവരും സോലൂക്കും അമീറും ഖനിയും ഫക്കീറും ഒക്കെ ഒരുപോലെ ആയിട്ട് അമ്പാത്തിന്റെ ജീവി പോലുള്ള ഒരു ജീവി, മരിച്ചവരുടെ വേഷവിധാനങ്ങൾക്ക് സമാനമായ വെള്ള വസ്ത്രം, അവിടെ അങ്ങനെ എല്ലാവരും ആ ഒരു പ്രവർത്തനത്തില് മനസ്സിനെ ശുദ്ധീകരിക്കുക, സംസ്കരിക്കുക എന്നുള്ള പ്രവൃത്തി അടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ അബുദാണ് താൻ എന്നുള്ള കാര്യം മനസ്സിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതും ഉണ്ട്. അതുപോലെ മനുഷ്യ സാഹോദര്യം എന്നുള്ളതിന് വേണ്ടി താൻ സ്വയം സമർപ്പിക്കേണ്ടത്. എത്രത്തോളം വെച്ചാൽ എത്രത്തോളം എന്ന് പറയാൻ കഴിയില്ല, ഖദർ കണക്കാക്കാൻ കഴിയില്ല, അത്രത്തോളം. വൈകാനലാഹ്ഫാമു, അതിന്റെ സംഗതികൾ അവ്യക്തമല്ല, വ്യക്തമാണ്. ഫി ഹദീസ് അബി ഹുറൈറ സഹീഹൈൻ, ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അബൂ ഹുറൈറ എന്ന് പറയുന്നത്, മൻ ഹജ്ജ വലം യർഫുസ് വലം യഫ്സുർ ഖറജ മിൻ ദുനൂബി കയൗമി വലദതുഹു ഉമ്മു. ഒരാൾ ഹജ്ജ് ചെയ്തു, റഫസും ഫുസൂഖും ഉണ്ടായില്ല എങ്കിൽ അവന്റെ പാപങ്ങളിൽ നിന്ന് അവന്റെ ഉമ്മ പ്രസവിച്ച ദിനത്തിലേതുപോലെ അവൻ പുറത്തു വരും. അതാണ് നവജാത ശിശുവിന്റെ പരിശുദ്ധി കൈവരും എന്ന് നമ്മൾ പറയുന്നത്. വദാലികന്നൽ ഇഖ്ബാൽ അല്ലാഹു തആല ബിതിൽകൽ ഹയ്യ, കാരണം ഈ ഒരു കോലത്തിൽ ഒരു വിഷയം മരിച്ചാൽ തന്നെ കഫൻ ചെയ്യാവുന്ന അതേ കോലത്തിൽ ഒരാള് അള്ളാഹുവിന്റെ ആഭിമുഖ്യം തേടി പോകാനുള്ളത്. മനാസിക് അലൽ വജിഹിൽ മഷ്റൂർ, അതേപോലെ തന്നെ പിന്നെ ശരിയായ രീതിയിൽ മനാസിക് ചെയ്യാൻ വേണ്ടിയുള്ള ചലനങ്ങൾ. യംഹു മിനൻ നുഫൂസ് ആസാറു ദുനൂബ് വദുൽമതഹ, പാപങ്ങളുടെ അടയാളങ്ങളെല്ലാം മനുഷ്യ മനസ്സുകളിൽ നിന്ന് മായ്ച്ചു കളയാൻ ഇതിന് പര്യാപ്തമാണ്. അതിന്റെ ഇരുട്ടുകളെയും വയുദ്ഖിലുഹ ഫി ഹയാത്തിൻ ജദീദ, എന്നിട്ടൊരു നവജീവിതത്തിലേക്ക് മനുഷ്യാത്മാക്കളെ പ്രവേശിപ്പിക്കും. അത് ലഹാ ഫിഹ മക്കസബത്ത് വാലിഹ മക്തസബത്ത്, അതിൽ അവരുദ്ദേശിക്കുന്നത് എന്തോ അത് അവർക്ക് നേടാൻ കഴിഞ്ഞു വരും, അല്ലെങ്കിൽ അല്ലാത്ത അവർക്കെതിരായിട്ടും വരും. വഖുലിന മിൻ ബലാഗത്തിൽ ഇജാസില്ലായ, ഇവിടെ ആയത്തിലുള്ള ഈജാസിന്റെ വലിയൊരു ബലാഗയെ പറ്റി ഞാൻ പറയട്ടെ. ഈജാസ് എന്ന് പറഞ്ഞാല് ആശയങ്ങൾ ഉണ്ടെങ്കിലും വാക്കുകൾ ചുരുങ്ങിയ. അപ്പൊ അവിടെ എന്താ തസ്രീഹി മഖാമിൽ ഇദ്മാർ ബിദിക്രിൽ ഹജ്ജ്, ഇദ്മാറിന്റെ സ്ഥാനത്താണ് ഹജ്ജ് എന്നുള്ളത് വ്യക്തമായി പറഞ്ഞത്. സലാസ മറാത്തിൻ, അത് ഒരിക്കലല്ല 3 തവണ. അൽ മുറാദ് അവ്വലിഹ സമാനുൽ ഹജ്ജ്, ഒന്നാമത് ഹജ്ജിന്റെ കാലം എന്താണെന്ന് നിർണയിച്ചു പറയലാണ് അൽ ഹജ്ജ് അഷ്ഹറും മാലൂമാത്ത് എന്നുള്ളതിലൂടെ.
കഖൗലിഹി അൽ ബുർദ് ഷഹ്റാൻ. ബുർദ് എന്ന് പറഞ്ഞാൽ 2 മാസമാണ് എന്നൊരു വ്യാഖ്യാനമുണ്ട് എന്നെ പോലെ. അബിസാനിൽ ഹജ്ജ് നഫ്സുഹു അൽ മുസമ്മ ബിൻ നുസുക്. രണ്ടാമത്തെ അഭിപ്രായം ഹജ്ജിനെ മൊത്തം പറയുന്ന സംഗതിയാണ് നുസുക്ക് എന്ന് പറയുന്ന പോലെ ഈ പേര്. അബിസാനി യാമു സമാൻ അദാഇ വ മക്കാനി വഹുവ അർദുൽ ഹറം. മൂന്നാമത്തർത്ഥം ഇതിന്റെ നിർവഹണ രംഗവും വേദിയും സമയവും എല്ലാം ഉൾക്കൊള്ളുന്ന കാര്യം. അത് ഹറം എന്ന മണ്ണാണ്. അതിനെ തുടർന്നുള്ള അറഫാത്ത് പോലുള്ള നാടുകളും. കമാ തഅമ്മുൽ റഫിയ ഫി ഖൗലി വമൻ യുരിദ് ഫീഹി ബിൽ ഹാദിൻ മിൻ ദുൽമിൻ നുൽഖുഹു മിൻ അദാബിൻ അലീം. അപ്പോൾ ആരെങ്കിലും ഈ ഹറമിൽ ഒരു ഇൽഹാദ് ചെയ്യാൻ, അള്ളാഹുവിനെ നിഷേധിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ അക്രമപരമായി തീരുമാനിച്ചാൽ അവൻ നാം അദാബിൻ അലീം ആസ്വദിപ്പിക്കും എന്ന് പറയുന്നു. ജമീഉ അർദിൽ ഹറം വഇൻ കാന ളമീറു ഫീഹി റാജിഉൻ ഇല മസ്ജിദിൽ ഹറം ഫഖദ് കാന അബ്ദുല്ലാഹ് ബിൻ ഉമർ യദ്രിബ് ഖിയാമഹു ഖാരിജ ഹുദൂദിൽ ഹറം ഫയതുഫ് കുല്ല യൗം ഫിൽ മസ്ജിദ് വയസല്ലി ثم يجي خيامه فيبيت فيها وعلل ذلك بأنه يخاف أن يهين أحد خدمه فيكون ملحدا في المسجد الحرام. فجميع أمكنة الحرم من شعائر الله ومشاعره وحرماته التي يجب احترامها وأهم اجتناب الرفث والفسوق والجدال بالباطل فيها إلا أن الرفث بين الزوجين يحل بالتحلل من النسك. അപ്പോൾ റഫസ് തീരെ പാടില്ല പറഞ്ഞാൽ നുസുക്കിൽ നിന്ന് തഹല്ലുലാവുന്നതോടുകൂടി അത് പറ്റും. ലിഅന്നഹു ഫീ നഫ്സിഹി ലൈസ ഖബീഹൻ. കാരണം ഈ സംഗതി സ്വയം മോശമുള്ള കാര്യമല്ല. ഇപ്പൊ നിശ്ചയ സമയത്ത് പാടില്ല എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ ആ നിശ്ചയ സമയം കഴിഞ്ഞപ്പോൾ വലിയ പ്രശ്നമില്ലാതായി. വലൗ ഖറഅ ഫമാ ഫറദഹു ഫീഹിന്ന ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ബിൽ ഹജ്ജ് ലം യുഅദ്ദി ഹാദിൽ മആനി കുല്ലിഹ. ഈ ആയത്തിന് ഇപ്പറഞ്ഞ അർത്ഥങ്ങളെല്ലാം കൂടി ഇല്ല എന്ന് ചിലർ പറഞ്ഞു. ഇനി ഈ മഹ്ദൂറാത്ത് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു വമാ തഫഅലു മിൻ ഖൈരി യഅലമുല്ലാഹ്. നിങ്ങൾ എന്ത് ഖൈർ ചെയ്താലും അള്ളാഹു അത് അറിയും. വഫീഹി ഇൽത്തിഫാത്തുൻ ലിൽ ഖിതാബ്. അവിടെ ഈ ഖിതാബ് എന്താന്നുള്ളതിലേക്കുള്ള ഒരു തിരിഞ്ഞോട്ടുണ്ട്. ആരെയാണ് അഭിസംബോധന ചെയ്തത്, എങ്ങനെയാന്നുള്ളത്. വൈഷറുൽ അത്ഫ മഹ്ദൂർ തഖ്ദീരി. അതേപോലെ തന്നെ വരാൻ കഴിയാത്ത ആളുകൾക്ക് ഒരു ബന്ധം മനസ്സിൽ നമ്മൾ തോന്നിപ്പിക്കുന്നുണ്ട്. അത് തഖ്ദീർ സങ്കല്പിച്ചുകൊണ്ടാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ തഖ്ദീർ മഹ്ദൂഫിൻ തഖ്ദീറുഹു. ഓക്കെ, മഹ്ദൂഫിൻ തഖ്ദീറുഹു അൻ തുർക്കു ഹാദിൽ ഉമൂർ മംനൂഅ ഫിൽ ഹജ്ജ്. അവിടെ മഹ്ദൂഫ് എന്താണ്? അത് സങ്കല്പിക്കേണ്ടത് എങ്ങനെയാണ്? നിങ്ങൾ ഈ ഹജ്ജിലെ വിലക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. ഫുസൂഖും ജിദാലും എല്ലാം ഒഴിവാക്കണം. ലി തഖ്ലിയത്തി നുഫൂസിക്കും. നിങ്ങളുടെ നഫ്സിനെ പാപങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ. തസ്ഫിയത്തിഹ, ശുദ്ധീകരിക്കാൻ. വഹല്ലുഹ ബഅദ ദാലിക ബിഫിലിൽ ഖൈർ. എന്നിട്ട് ഖൈർ ചെയ്തുകൊണ്ട് നിങ്ങൾ അതിനെ ഹലാലാക്കും. ഇതതിമ്മലക്കും തസ്കിയത്തുഹ. എന്നാലാണ് അതിന്റെ തസ്കിയത്ത് നിങ്ങൾക്കും കിട്ടുക പൂർണ്ണമായിട്ട്. ഫൈന നുഫൂസ് ബഅദ ദാലിക തകൂനു. അതിനുശേഷം ഈ നഫ്സുകളൊക്കെയും അശദ്ദ ഇസ്തിദാദൻ ലിൽതിസാഫിൽ ഖൈർ. ഖൈർ എന്നുള്ള വിശേഷണം കിട്ടാൻ വേണ്ടി ഏറ്റവും തീവ്രമായ തയ്യാറെടുപ്പ് നടത്തിയതാണ് എല്ലാ നഫ്സും. വല്ലാഹു ലാ യുളയ്യു അമലക്കും അലൈക്കും അഖല്ല ഷൈഇൻ മിൻ. അതിൽ നിന്ന് ഖലീലായത് പോലും അള്ളാഹു നിങ്ങൾക്ക് പാഴാക്കില്ല. എന്നഹു ആലിം ബിഹി എന്നക്കും വാഫഖും ബി സുന്നത്തഹു ശരീഅത്തഹു. കാരണം നിങ്ങൾ അദ്ദേഹത്തിന്റെ സുന്നത്തിനും ശരീഅത്തിനൊപ്പം നിന്നത് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കൊരു നഷ്ടം വേറെ വരുത്തില്ല. പിന്നെ തസബ്ബദു ഫഇന്ന ഖൈറ സാദി തഖ്വ എന്നാണ്. ഇന്നഹദ നസല ഫി റദഇ അഹ്ലി യമൻ. യമൻകാരെ പിന്നെ ആക്ഷേപിച്ചുകൊണ്ടിറങ്ങിയതാണ് എന്നുള്ള ഒരു വ്യാഖ്യാനം. എന്താ കാര്യം? അൻ തെറുക്കി തസവുദ്. അവർ തസവുദ് ഒഴിവാക്കിയിരുന്നു. ഈ ഹജ്ജിന് പോകുമ്പോൾ ആവശ്യമായ ഭക്ഷണ ആഹാര നീഹാരാദികൾ പാഥേയം കൊണ്ടുപോകാനുള്ള പരിപാടി യമനികൾക്കില്ലായിരുന്നു. ജാമൻ മിൻ അന്നഹു മിൻ മുഖ്തദ തവക്കുൽ അല്ലാഹ്. അവർ ഈ അന്തം വിട്ട് കൈവീശി പോണത് തവക്കുലിന്റെ ഭാഗമാണ്, തവക്കുലിന്റെ താല്പര്യമാണെന്നായിരുന്നു അവരുടെ വാദം. ഫഖദ് അഖദൽ ബുഖാരി വഅബൂ ദാവൂദ് വന്നസായി വഗൈറുഹും. എന്നാൽ ഇവർ റിപ്പോർട്ട് ചെയ്യാണ് അൻ ഇബ്നു അബ്ബാസ് അന്നഹു ഖാൽ കാന അഹ്ലുൽ യമൻ യഹജ്ജൂൻ വലാ യതസവ്വദൂൻ. യമൻകാർ ഹജ്ജ് ചെയ്യാൻ വരും, പക്ഷേ സാദ് കൊണ്ടുവരാറുണ്ടായിരുന്നില്ല. വയഖൂലൂന നഹ്നു മുതവക്കിലൂൻ. എന്നിട്ട് അവർ വലിയ ഞങ്ങൾ മുതവക്കിലീങ്ങളാണ്, ഞങ്ങൾ അള്ളാഹു തവക്കുലാക്കി വരികയാണ് എന്ന് പറഞ്ഞു. സുമ്മ യുഖ്ലിമൂൻ ഫയസ്അലൂന അന്നാസ് ഫനസറത്. എന്നാൽ ഈ വീരവാദമൊക്കെ മുഴക്കിയിട്ട് പിന്നെന്തെങ്കിലും കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് ജനങ്ങളോട് യാചിക്കാൻ തുടങ്ങും. അങ്ങനെ യാചകരായി സ്വയം വിഹളിതരാവേണ്ടി വന്നുപോയി.
അപ്പോഴേ ആയത്തിറങ്ങി എന്നാണ് റിപ്പോർട്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ തഖ്വ പുലർത്തണം എന്ന് പറഞ്ഞ ഉദ്ദേശം സുആലിനെ നിങ്ങൾ സൂക്ഷിക്കണം, അതായത് യാചന എന്നുള്ളതിന് നിങ്ങൾ സൂക്ഷിക്കണം. ബദ്ലു മാഇൽ വജ്ഹ് എന്ന് പറഞ്ഞാല് അവനവന്റെ മാനം കളയാന്നുള്ള ഒരു അർത്ഥമാണ്. ബദ്ലു മാഇൽ വജ്ഹ്, മുഖത്തെ വെള്ളം ചെലവഴിക്കാൻ മാനം കളയാന്നുള്ളതിന്റെ ഒരു അറബി പ്രയോഗമാണ്. അപ്പൊ അത് ഒഴിവാക്കണം, അതാണ് ഇവിടെ തഖ്വ എന്നാണ് അങ്ങനെ അർത്ഥം പറയുന്നത്. ഖാല സലിമ പക്ഷെ ഈ വ്യാഖ്യാനം ഈ വാചകത്തിൽ നിന്ന് വ്യക്തമാകുന്ന ഒന്നല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബൽ മുതബാദിർ മിൻഹാ അന്ന സാദ വസാദുൽ അഅമാലി സ്വാലിഹ വമാ തുദഖർ മിനൽ ഖൈർ വൽ. വ്യക്തമാകുന്ന വേഗത്തിൽ മനസ്സിലാകുന്ന അർത്ഥം എന്താ വെച്ചാൽ സാദ് എന്നാൽ അഅമാലു സ്വാലിഹത്തുൽ സാദാണ്. അതേപോലെ ഹൈറായും ബിറായും എന്തെല്ലാം പരലോകത്തേക്ക് സൂക്ഷിക്കുന്നുണ്ടാക്കുകയും സാദാണ്. കാരണം തഖ്വയാണ് ഏറ്റവും നല്ല ജാതി എന്നുള്ള വാക്കുകൊണ്ട് പരലോകത്തേക്കുള്ള ഒരു സംഗതിയാണെന്ന് മനസ്സിലാവും. അപ്പോൾ മാനാവിന് തഖ്വ മാറൂഫ്, തഖ്വന്റെ അർത്ഥം പിന്നെ പറയേണ്ട ആവശ്യമില്ല, മാറൂഫാണ്. ബഹുമാ ബിഹി യുത്തഖ സഖത്തുല്ലാഹ്, അള്ളാഹുവിന്റെ ക്രോധം സൂക്ഷിക്കാൻ ആവശ്യമായ സംഗതി. വലൈസ ഫീ ദാലിക വലൈസ ദാലികൽ ബിർറ വതനസ്സുഹ് അനിൽ മുൻകർ, അത് പുണ്യവും മുങ്കറിൽ നിന്നുള്ള മാറി നൃത്തവും, മുങ്കറിൽ നിന്നുള്ള മാറി നൃത്തം, വിശുദ്ധമായി മുങ്കർ ചെയ്യാതിരിക്കുക, അത് തന്നെയാണ് അതിന്റെ ആശയം. തഖ്വ ഏറ്റവും നല്ല ജാതാണ് എന്ന ആ ഇല്ലത്ത് പറയുന്നില്ല. ഇല്ല വഹു യുരീദു തസവ്വുദ മിൻഹ, ആ ജാത് സ്വീകരിക്കണം എന്ന ഇറാത്ത് കൂടിയല്ല. തഖ്വ ഏറ്റവും നല്ല ജാതാണ് എന്നൊരു തത്വം പറയാൻ മാത്രമല്ല, ആ തഖ്വയാകുന്ന ജാത് സ്വീകരിക്കണം ഹജ്ജിന് പോകുന്നവര് എന്നാണ് പറയുന്നത്. അമൽ മാനല്ലതി ദക്റുഹു ഖലാസൽ മുറാദ് മിനല്ലായ, എന്നാൽ ഇവിടെ വ്യാഖ്യാതാക്കൾ പറഞ്ഞുണ്ടാക്കിയ അർത്ഥം ഈ ആയത്തിന്റെ മുറാദായിട്ട് പറയാൻ കഴിയില്ല. ജനഹു ലൗലാമ ഔറദു ബി സബബ് ലം യഖ്തുബ് ബാലി സാമിഉൽ ലഫ്, കാരണം അവർ സബബായിട്ട് കൊണ്ടുവന്ന കാര്യം ഒരു ചിന്തയിലും വന്നിട്ടില്ല, ഈ ലഫ്ദ് കേൾക്കുന്ന ഒരാളുടെ ചിന്തയിലും വന്നിട്ടില്ല. വസ്സബബു ലൈസ മദ്കൂറൻ ഫില്ലായ, എന്നാൽ ഇതിനുള്ള കാരണം എന്ത് എന്നുള്ളത് ആയത്തിലിട്ട് വന്നിട്ടില്ല. വലാ മുഷാറൻ ഇലൈഹി ഫിഹ, അതിന്റെ സൂചനയും ആയത്തിൽ വന്നിട്ടില്ല. ഫലാ യസ്ലുഹു ഖരീനത്തുൻ അൽ മുറാദ് മിൻ അൽഫാദിഹ, അപ്പോ പിന്നെ ഈ ലഫ്ദിൽ നിന്ന് ഉദ്ദേശിക്കപ്പെടുന്ന സംഗതിക്ക് അപ്പുറം വേറെ അർത്ഥം സാഹചര്യത്തിന്റെ അർത്ഥം എന്ന് ശരിയാവില്ല. പിന്നെ സബബ് ഖദീനൂർ സബീൽ ഫി ഫഹ്മില്ലായ, ഈ ആയത്ത് എന്തെന്ന് മനസ്സിലാക്കുന്ന വിഷയത്തിൽ വെളിച്ചം പകരാൻ, വഴിക്ക് വെളിച്ചുണ്ടാക്കാൻ അതിന്റെ അവതരണ പശ്ചാത്തലമായ റിപ്പോർട്ടിന് കഴിയും. വലാകിൻ യജിബു തകുൻ മഫ്ഹൂമത്തൻ ബിനഫ്സിഹ, എന്നാൽ അത് സ്വയം മഫ്ഹൂമായിരിക്കണം, അല്ലാതെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാൻ പഴുതുണ്ടാക്കേണ്ടി വരരുത്. ലിഅന്ന സബബ് ലൈസ മിനൽ ഖുർആൻ, കാരണം ഇതിന്റെ കാരണം എന്തുള്ളത് ഖുർആനിൽ പെട്ടതല്ല. അതുകൊണ്ടാണ് വത്തഖൂനി യാ ഉലിൽ അൽബാബ് എന്ന് അല്ലാഹ് പറഞ്ഞത്. യാനി മൻ കാന ലഹു ലുബ്ബുൻ വഅഖ്ലുൻ ഫൽയത്തഖിനി, ആർക്കെങ്കിലും തലച്ചോറിനകത്ത് കഴമ്പുണ്ടെങ്കിൽ, അക്കലുണ്ടെങ്കിൽ അവൻ സൂക്ഷിക്കേണ്ടത് തന്നെയാണ്. ഫഇന്നഹു യകൂന ലാ നൂരി മിൻ ഫായിദത്തി തഖ്വ, അങ്ങനെ സൂക്ഷിച്ചാൽ ആ തഖ്വയുടെ ഫായിദ എന്നുള്ളതിലേക്ക് ഒരു നൂറ് അവന് കിട്ടും. വഅഹ്ലൻ ലിൻതിഫാ ബിഹ, അതിന്റെ പ്രയോജനം അവന് ലഭിക്കും, അതിന് അർഹനായിരിക്കും. അഖൂൽ വയദ്ഖുൽ ഫിൽ ഖൈർ വത്തആ അൽ-അഖ്ദ് ബിൽ അസ്ബാബ് കത്തസവ്വുദ്, ഞാൻ പറയാണ് ഖൈറും താഅത്തും ചെയ്യുക എന്നതിനകത്ത് ജാത് സ്വീകരിക്കൽ പോലുള്ള സബബുകൾ അതിൽ പെടും. ഒരു യാത്ര ചെയ്യുമ്പോൾ യാത്രയുടേതായ ചട്ടവട്ടങ്ങളും സബബുകളും ഫലങ്ങളും ഒക്കെ ഉണ്ട്. ഫതഹാമി വസാഇൽ ഹാജ ഇല സുആൽ, അതേപോലെ തന്നെ ഒരു ആവശ്യം വരുമ്പോൾ, ദാരിദ്ര്യം വരുമ്പോൾ ആൾക്കാരോട് ചോദിക്കുക എന്നുള്ള ആ വസീലകളിൽ നിന്നുള്ള സംരക്ഷണവും കിട്ടുകയാണ്. അൽ മർമൂം, അത് വളരെ ആക്ഷേപാർഹമായ സംഗതിയാണ് യാചന എന്നുള്ളത്, അതിന് ഒഴിഞ്ഞിക്കാനുള്ള മാർഗവും കിട്ടുകയാണ്. അത്രയാണ് 197 ആയത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനി 298 99. ليس عليكم جناح أن تبتغوا فضلا من ربكم فإذا أفضتم من عرفات فاذكروا الله عند المشعر الحرام واذكروه كما هداكم وإن كنتم من قبله لمن الضالين
ثم أفيضوا من حيث أفاض الناس واستغفروا الله إن الله غفور رحيم. അപ്പോൾ ലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗു ഫദ്ലൻ മിൻ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ തേടുക എന്നുള്ളത് നിങ്ങൾക്കൊരു കുറ്റമുള്ള കാര്യമല്ല. ഹജ്ജിന്റെ വേളയിൽ ഭൗതികമായ വിഭവങ്ങൾ തേടുകയുള്ള കുറ്റകരമായ കാര്യമൊന്നുമല്ല. പക്ഷെ ഹജ്ജിന് തടസ്സമാകരുത്, ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് വിഘാതമാകരുത് എന്നാണ് എല്ലാവരും പറയാം. അറഫാത്തിൽ നിങ്ങൾ ഒഴുകി പുറത്ത് വന്നു കഴിഞ്ഞാൽ മഷ്അൽ ഹറാമിന്റെ അടുക്കൽ വെച്ച് നിങ്ങൾ അള്ളാഹുവിനെ ധാരാളം സ്മരിക്കണം. മുസ്ദലിഫയിലും മറ്റൊക്കെയുള്ള ഉദ്ദേശമാണ്. വദ്കുറുഹു കമാ ഹദാക്കും, അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് എന്നതുപോലെ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണം. വഇൻ കുൻതും മിൻ ഖബ്ലിഹി ലമിനൽ ളാലിലീൻ, ഇതിനു മുമ്പ് നിങ്ങൾ വ്യക്തമായ വഴികേട് തന്നെയായിരുന്നു. സുമ്മ അഫീളു മിൻ ഹൈസു അഫാളൻ നാസ്, പിന്നെ ജനങ്ങൾ ഒഴുകിപ്പറക്കുന്നത് എങ്ങോട്ടോ ആ സമയത്ത് നിങ്ങളും അങ്ങനെ ഒഴുകിപ്പറക്കാൻ തയ്യാറാവണം. വസ്തഗ്ഫിറുല്ലാഹ, തെറ്റുകുറ്റങ്ങൾ പുറത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഇന്നല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്ന ഏറെ കാരുണ്യമുള്ളവൻ തന്നെ. ലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗു ഫദ്ലൻ മിൻ റബ്ബിക്കും എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഫദ്ൽ തേടുന്നത് തെറ്റില്ല നിങ്ങൾക്ക് എന്ന് പറഞ്ഞത് മുത്തസലും ബിമാ ഖബ്ലഹു വാഖിഉൻ മൗഖിൽ ഇസ്തിദ്റാഖ് വൽ ഇഹ്തിറാസ് ബിമാ അസാഹു യസ്ബഖുൽ ഫഹ്മിൽ അംരി ബിതസവ്വുദ് മിൻ തഖ്വ. അപ്പൊ നേരത്തെ പറഞ്ഞതായിട്ട് കണക്റ്റഡ് ആണത്. പിന്നെ ഈ തഖ്വ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സാദ്. നിങ്ങൾ യാത്രയിൽ സാദ് സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ ഒരു ഇസ്തിദ്റാഖിന്റെയും ഇഹ്തിറാസിന്റെയും അർത്ഥം ഇതിന് വരികയാണ്. അതായത് ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ച് അങ്ങനെയല്ല ഇങ്ങനെ എന്ന് വേറൊന്ന് പറയുന്നതാണ് ഇസ്തിദ്റാഖ്. ഇഹ്തിറാസ് പറഞ്ഞാൽ സൂക്ഷ്മത. എന്ത് സൂക്ഷ്മത? നമ്മുടെ അറിവിലേക്ക് മനസ്സിലാകലിലേക്ക് പെട്ടെന്ന് വന്നേക്കാവുന്ന വേറെ അർത്ഥമുണ്ട്. ആ അർത്ഥം വരാതെ സൂക്ഷിക്കൽ എന്നുള്ളതും ഇതിൽ വരുന്നുണ്ട്. അതായത് നിങ്ങൾ തഖ്വ എന്ന സാദ് സ്വീകരിക്കണം, ഏറ്റവും പ്രധാന സാദ് അതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന അർത്ഥം ഉണ്ടാവും. അതല്ല ഇവിടെ ഉദ്ദേശം. ഫഅമൽ ബിർരി വൽ ഖൈർ വഹുവ റിസാഖ് സുമ മിൻ മുഖാതബത്തി ഉലിൽ അൽബാബിൽ അംരി തഖ്വ ഖാരിളൻ ബിഅന്ന ഗൈറൽ മുത്തഖി ലാ ലുബ്ബ ലഹു വലാ ഖിൽ. പിന്നെ ബുദ്ധിയുള്ളവരെ നിങ്ങൾ തഖ്വ പാലിക്കുക, പുലർത്തുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു സൂചനയുണ്ട്. മുത്തഖി അല്ലാത്ത ആൾക്ക് ലബ്ബുമില്ല അഖലുമില്ല എന്നുള്ളത്. ആളുടെ ബുദ്ധിക്കകത്തൊരു കഴമ്പുമില്ല, ഒരു അഖലുമില്ല എന്നുള്ളതിന് തലച്ചോറിനകത്ത് ഒരു അഖലും ലബ്ബുമില്ല എന്നുള്ളതിന് ഉള്ള തെളിവ് അതിനകത്തുണ്ട് എന്നാണ്. ഹജ്ജ് ലാ യുബാഹ ഫീഹാ ഗൈറു അഅ്മാലിൽ ബിർരി വൽ ഖൈർ. ഇവിടെ പറഞ്ഞ ഹജ്ജ് ദിനങ്ങൾ, ആ ഹജ്ജ് ദിനങ്ങളിൽ ബിർറും ഖൈറും അല്ലാത്ത കാര്യങ്ങളൊന്നും പാടില്ല, അല്ലാത്ത ഒന്നും പാടില്ല. ഫയഹറും ഫീഹ മാ കാനത് അലൈഹിൽ അറബ് ഫിൽ ജാഹിലിയ്യ മിൻ തിജാറ വൽ കസ്ബ്. അപ്പോ അവിടെ അറബികൾ പണ്ട് ചെയ്തിരുന്ന സമ്പാദ്യം, കച്ചവടം എന്നുള്ള കാര്യങ്ങളൊക്കെ ഹറാമാണെന്ന് വരും. കമാ യഹ്റമു റഫസ് വൽ ഫുസൂഖ് വൽ ജിദാൽ, റഫസ് ഫുസൂഖ് ജിദാൽ മൂന്നും ഹറാമാകുന്ന പോലെ. അല്ലദീ ഹുവ മിൻ ലവാസിം തിജാറ ഗാലിബൻ, അതൊക്കെ പറഞ്ഞാൽ തിജാറത്ത് നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് വരാവുന്ന കാര്യങ്ങളാണ്, അതിന്റെ ലാസിമാണ്. അപ്പൊ തറഫു ബിഹി ജീനത്തിൽ ലിബാസ് അൽ മഖീത്ത്, പിന്നെ തുന്നിക്കൂട്ടിയ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് ഉള്ള അലങ്കാരം സ്വീകരിക്കൽ, അതിന്റെ ആ സുഖം എടുക്കൽ. വൽ ഹൽഖു ലിഫ്ളാഇലിന്നാസ്, അതേപോലെ തലമുണ്ടനം ചെയ്തു സ്ത്രീകളുമായി ശാരീരിക ബന്ധം പുലർത്തിയൊക്കെ ഉള്ള ഒരു ആനന്ദം കൈവയ്ക്കൽ. അപ്പൊ അസ്സാല ഹാദൽ വഹ്മു മിൻ ഫഹ്ം. അപ്പൊ ഈ ഒരു വഹ്മ് നമ്മുടെ ചിന്തയിൽ വരുന്നതിന് നീക്കുകയാണ് ഇവിടെ. അപ്പൊ അല്ലമന എന്നിട്ടുള്ള പഠിപ്പിക്കുകയാണ് അനിൽ കസ്ബ ഫി അയ്യാമിൽ ഹജ്ജ്, ഹജ്ജ് കാലങ്ങളിൽ സമ്പാദിക്കുക എന്നുള്ളത് ഫളഉ മിനല്ലാഹ്, ഈ സമ്പാദിക്കാനുള്ള വഴി അള്ളാഹുവിന്റെ ഫളലാണ് എന്നുള്ള നോട്ടോടെ പറയുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സമ്പാദ്യം ഗൈറു മഹ്ലൂർ, വിലക്കപ്പെട്ട ഒന്നല്ല എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഈ ഇബാദത്തിലുള്ള ഇഖ്ലാസിന് അത് എതിരാകുന്നില്ല. ഇഖ്ലാസിന് എതിരാവുന്ന എന്തേ ഉള്ളൂ? ഉദ്ദേശം തിജാറത്തിലേക്ക് തന്നെ പരിമിതപ്പെടുക എന്നുള്ളത്. പ്രധാന ഉദ്ദേശം തിജാറത്ത് തന്നെ. കൂട്ടത്തിൽ ഒത്തെങ്കിൽ ഹജ്ജും എന്ന രീതിയിൽ അത് പോരാ. ഹജ്ജിനെ തന്നെ ഉദ്ദേശമുള്ള യാത്ര ആവണം, അതിനു വേണ്ടി പ്ലാൻ ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം. കൂട്ടത്തിൽ കച്ചവടത്തിന് പറ്റിയാൽ അതും ആവാം എന്നാണ്. ബിഹൈസു ലൗ ലം യുർജൽ കസ്ബു ലം യുസാഫിർ ലിഅജൽ ഹജ്ജ്.
കസ്ബ് എന്നുള്ള ഒരു കസ്ബ് എന്നുള്ള സംഗതി ആൾ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയും യാത്ര ചെയ്യുകയും ചെയ്യുമായിരുന്നില്ല. അങ്ങനെയാണെന്നാണ് ഇഖ്ലാസിനെതിരാവുക, അല്ലാത്ത ഇഖ്ലാസിനെതിരല്ല. ഹാദാഹു അലൈഹിൽ ജമാഹിർ, ജംഹൂറും പറഞ്ഞ അർത്ഥം ഇതാണ്. ഹവൽ അബു മുസ്ലിം ദാലിക അലാമ ബാദൽ ഹജ്ജ്. എന്നാൽ അബു മുസ്ലിം എന്ന പണ്ഡിതൻ ഇത് ഹജ്ജിന് ശേഷമുള്ള സമയത്താണെന്ന് വ്യാഖ്യാനം പറഞ്ഞു. ഹജ്ജിന് ശേഷമുള്ള സമയത്ത് നിങ്ങൾക്ക് കച്ചവടമാവാം. അപ്പൊ മന്നൽ കസ്ബി അയ്യാമി, ഹജ്ജ് കാലത്ത് കസ്ബ് പാടില്ലെന്ന് അദ്ദേഹം വിലക്കുകയും ചെയ്തു. പക്ഷെ വെറുതെ അലഹി നിജുലായ ഈ ഷിയാ തഹ്കാമിൽ ഹജ്ജ്, ഹജ്ജിന്റെ ഹുക്കുമുകൾ വിശദീകരിക്കുന്ന സമയത്താണ് ഈ ആയത്ത് എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ വാക്കിന് ഖണ്ഡനം കൊണ്ടുവരുന്നു. നഫീൽ ജനാഹ് അല്ലദീ ലാ മഅനാ ലഹു ഫി ഗൈറിൽ ഹജ്ജ്. പിന്നെ ലൈസ അലൈക്കും ജുനാഹുൻ, സോറി ജനാഹ് അല്ല ജുനാഹ്. അപ്പൊ ജുനാഹില്ല എന്ന് പറഞ്ഞതിലും അർത്ഥമില്ലാതെ വരും. ഹജ്ജ് അല്ലാത്ത വേളയിൽ ജുനാഹില്ല എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഹജ്ജിന്റെ കാലത്ത് ഒരു കച്ചവടത്തിനൊത്താൽ അത് ചെയ്യുന്നതിന് തെറ്റില്ല എന്ന് തന്നെ അർത്ഥം. അല്ല ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ പറഞ്ഞ വിലക്കുകളൊന്നും ബാധകമല്ലല്ലോ. അപ്പൊ അവിടേക്ക് വ്യാഖ്യാനിച്ചൊപ്പിക്കേണ്ടതില്ല. ഇതിന്റെ സുബുൽ വന്ന കാര്യങ്ങൾക്കും അത് അർത്ഥമില്ലാതെ വരും. അഖ്റജൽ ബുഖാരി അൻ ഇബ്നു അബ്ബാസ് ഖാൽ കാനത്ത് വഖാദു വമജന്നത്തു വൽ മജാസ് അസ്വാഖൻ ബിൽ ജാഹിലിയ്യ. അപ്പൊ ഇതില് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഇബ്നു അബ്ബാസിൽ നിന്ന് ഇതൊക്കെ ജാഹിലിയ കാലത്തെ സൂക്തുകളാണ്. ഖാലും മജന്നിൻ ബിൽ മജാസ് ഫതഅസ്സമു അൻ യത്തജറു ഫിൽ മൗസിം. ഹജ്ജിന്റെ വേളയില് കച്ചവടത്തിൽ ഏർപ്പെടുക എന്നുള്ളത് ഇസ്മായിട്ട് അവർ കണ്ടു, ജാഹിലിയാക്കൾ കണ്ടു, കുറ്റമായിട്ട് കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അപ്പോ ഈ കുറ്റമായിട്ട് കാണുന്നത് ശരിയാണോ അല്ല, ഇല്ലെന്ന് തിരക്കേണ്ടതുണ്ടോ റസൂലിനോട് ചോദിച്ചവർ. നസലത്ത്, ആ സമയത്ത് ഈ ആവത്ത് ആചരിച്ചു എന്നാണ് റിപ്പോർട്ട്. വഖറ ഇബ്നു അബ്ബാസിനലായ ബിസിയാദ ഫീ മൗസിമിൽ ഹജ്ജ്. അപ്പോ അവിടെ വലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫി അൽ ഹജ്ജ് എന്നുള്ള ഫി മൗസിമിൽ ഹജ്ജ് എന്നുള്ള ജിയാദത്ത് ഇബ്നു അബ്ബാസിൽ നിന്ന് ഖിറാഅത്തായിട്ട് വന്നിട്ടുണ്ട്. അത് ആയത്തിന്റെ ഭാഗം എന്നുള്ള ആൾക്കല്ല, തഫ്സീർ എന്നുള്ളവർക്ക് അദ്ദേഹം പറഞ്ഞായിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. റഷീദുള്ള واخرج احمد وابن ابي حاتم وابن جرير والحاكم وغيرهم من طرق عن ابي امامه التيمي. ഇനി ഈ പറഞ്ഞ പണ്ഡിതന്മാർ ഇബ്നു ജരീർ, അഹ്മദ് ഇബ്നു അബി ഹാത്തിം, ഹാക്കിം ഇവരെല്ലാം പറയുന്നത് ഖുൽതു ഇബ്നു ഉമർ, അബൂ ഉമർ പറയാം, ഇബ്നു ഉമറിനോട് ചോദിച്ചു ഞാൻ, ഇന്ന നഖറ അയ റവാഹിൽ ഹുജ്ജാജ് ഫഹൽ ലനാ മിൻ ഹജ്ജ്. ഞങ്ങള് പിന്നെ നുക്രി റവാഹിൽ ഹുജ്ജാജ്, ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട ഞങ്ങൾ, നക്ര എന്നാണ് പ്രയോഗം. ഞങ്ങൾക്ക് ഹജ്ജ് ഉണ്ടോ? കച്ചവടക്കാർ ചോദിക്കാം. ഫഖാല ഇബ്നു ഉമർ ജാഅ റജുൽ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസഅലഹു അനില്ലദീ സഅലതനി അൻ. നിങ്ങളിപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം ഒരിക്കൽ റസൂലിന്റെ അടുത്ത് ഒരാളും ചോദിക്കുകയുണ്ടായി. ഫലം യുജിബു ഹത്താ നസല അലൈഹി ജിബ്രീൽ ബിഹാദിൽ ആയ. ഈ ആയത്തുമായി ജിബ്രീൽ അവതരിച്ചു, അപ്പം മാത്രമാണ് നബി മറുപടി പറഞ്ഞത്. വദക്കറഹ ഫദഅഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല അൻതും ഹുജ്ജാജ്. അപ്പൊ നബി നിങ്ങൾ ഹജ്ജ് ചെയ്യാൻ വന്നവരാണോ എന്ന് ചോദിച്ചു. ഫീ റിവായത്തിൻ ഇബ്നു ഉമർ ഖാല ലഹു അലസ്തും തുലബ്ബൂൻ. വേറെ റിവായത്തിൽ നിങ്ങൾ തൽബിയത്ത് ചൊല്ലുന്നവരല്ലേ എന്ന് ചോദിച്ചു. അലസ്തും തത്തുഫുൻ ബൈന സഫ വൽ മർവ. നിങ്ങൾ സഫക്കും മർവക്കും ഇടയിലുള്ള തവാഫ് അഥവാ സായി ചെയ്യുന്നില്ലേ? അലസ്തും അലസ്തും, അങ്ങനെ അവർ ചെയ്യുന്ന ഓരോന്നും അങ്ങനെയല്ലേ അങ്ങനെയല്ലേ ചോദിക്കും. സുമ്മ ദക്കറ മ തഖദ്ദം, പിന്നെ നേരത്തെ പറഞ്ഞത് പറയുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട്. قال أستاذ الإمام كان بعض المشركين ببعض المسلمين في أول الإسلام يتأثمون في أيام الحج. ഇവിടെ സലിമൻ പറയുന്നത് ചില മുശ്രിക്കീങ്ങളും മുസ്ലിമീങ്ങളും ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആവിർഭാവ കാലത്ത് പിന്നെ എല്ലാത്തരം അമലുകളും ഹജ്ജില് കുറ്റാണ് വിചാരിച്ചത്. ഹത്താ യഖ്തുലൂന ഹവാനിത്തഹും, അവരുടെ ഷോപ്പുകൾ അവരടക്കും. ഫഅല്ലമഹുല്ലാഹു തആല ഇന്നൽ കസ്ബ തലബു ഫളലിൻ മിനല്ലാഹ് ലാ ജുനാഹ ഫീഹി മഅൽ ഇഖ്ലാസ്. നിങ്ങളുടെ കർമ്മത്തിൽ നിങ്ങൾക്ക് ഇഖ്ലാസ് ഉള്ളപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് തെറ്റില്ല, കാരണം അള്ളാഹുവിന്റെ ഫളൽ തേടലാണ്, തെറ്റില്ല എന്ന് അള്ളാഹു പഠിപ്പിച്ചു. ഫഖൽ ഇന്ന ഖൗലഹു തആല മിർ റബ്ബിക്കും ഫളൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കൽ എന്നുള്ള ഫളൽ, എന്നാൽ മിൻ റബ്ബിക്കും എന്നുള്ള വാക്ക് യുശ്ഇറു, ഒരു കാര്യം അറിയിക്കുകയാണ്. അള്ളാഹുവിന്റെ ഫളലാണിത് എന്നുള്ള മുലാഹദയോടുകൂടി
റിസ്ക് നാം തേടുന്നത് നവമിൻ അൻവാഇൽ ഇബാദ, അതൊരു ഇബാദത്തിന്റെ ഇനം കൂടിയായി മാറും. ഫയർവാന്റെ സയ്യിദന ഉമർ ഖാല ഫി ഹാദൽ മഖാം ലിസായിൽ, ഇവിടെ ചോദ്യകർത്താവായി വന്ന ഒരാളോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചതെന്ന് റിപ്പോർട്ടുണ്ട്. വഹൽ കുന്നാ നഈശു ഇല്ലാ ബിത്തിജാറ, ഞങ്ങളൊക്കെ പിന്നെ ജീവിച്ച തന്നെ കച്ചവടം കൊണ്ടായിരുന്നില്ലേ എന്ന് തിരിച്ചു ചോദിച്ചു എന്നുള്ള റിപ്പോർട്ടുണ്ട്. അഖൂൽ ലാകിൻ ഖാല ബഅദുൽ ഉലമാ ഇന്ന നഫിൽ ജുനാഹി യഖ്തളി, ചില ഉലമാക്കൾ പറഞ്ഞു ജുനാഹില്ല എന്നുള്ള നിഷേധം കൊണ്ട് വരുന്നത് എന്താ, അന്ന ഹാദിൽ ഇബാദത്ത് റുഖ്സ, ഈ അനുവാദം ഒരു ഇളവാണ്. വഅന്നൽ ഔലാ തർക്കുഹ ഫി അയ്യാമിൽ ഹജ്ജ്, ഏറ്റവും നല്ലത് ഹജ്ജ് വേള ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കലാണ്, അതാണ് ഏറ്റവും വേണ്ടത്. എന്നാൽ വേണമെങ്കിൽ ഒരു ഇളവായി അയാൾക്ക് കച്ചവടത്തിൽ ഏർപ്പെടാം എന്ന അർത്ഥം എന്ന് വ്യാഖ്യാനിച്ചു. لا ينافي ما قال في أيام الحج الأيام التي تؤدى فيها المناسك بالفعل. ഹജ്ജിന്റെ അയ്യാം എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ മനാസിക് ചെയ്യുന്ന അയ്യാം എന്ന അർത്ഥമാണെങ്കിൽ ഇത് എതിരല്ല. ലാ കുല്ല അയ്യാം ഷവ്വാൽ വദുൽഖാദ വദുൽഹിജ്ജ അവശറുൽ അവ്വൽ, അല്ലാതെ ഷവ്വാൽ ദുൽഖാദ ദുൽഹിജ്ജ അല്ലെങ്കിൽ ദുൽഹിജ്ജ പ്രത്യക്ഷങ്ങൾ ഇതെല്ലാം കൂടിയല്ല. ذلك أن لكل وقت عبادة لا تزاحمها في عبادة أخرى. കാര്യം എന്താ, ഓരോ വക്തിനും ആ വക്തിൽ ചെയ്യേണ്ട ഇബാദത്തുകളുണ്ട്, മറ്റു ഇബാദത്തുകൾ അതിനൊന്ന് തിരക്കാൻ പാടില്ല. അപ്പൊ ആ സമയത്ത് അത് തന്നെ തൽബിയാൽ ഹുജ്ജാജ്, ഹുജ്ജാജിന്റെ തൽബിയത്ത് പോലെ, തക്ബീർ ലി ഫയ്യാമിലേക്ക് തശ്രീഖ്, ഹജ്ജിന് പോവാത്ത ആൾക്കാരും ഈദിന്റെയും തശ്രീഖിന്റെയും ദിനങ്ങളിൽ തക്ബീർ എന്ന പോലെ, തൽബിയത്തുൽ ഇഹ്റാം ബിൽ ഹജ്ജ്, തക്ബീറത്തുൽ ഇഹ്റാം ബിസ് സ്വലാ. അപ്പോ ഒരാള് ഹജ്ജ് വേളയിൽ തൽബിയത്തില്ല എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന പോലില്ല. വഹുദിക്കറുൽ ഹജ്ജ് അൽ ഖാസ് അല്ലദീ യുകററു ഫി അസ്നാഇഹി ഇലാ ഇന്തിഹാഇൽ വുഖൂഫ് ബി അറഫ, ഇത് പിന്നെ ആവർത്തിച്ച് പറയുന്ന ഒരു സംഗതിയാണ്. വുഖൂഫ് ബി അറഫ അവസാനിക്കുന്നത് വരെയും അവിലാ റമി ജംറത്തുൽ അഖബ യൗമുൻ നഹർ, അല്ലെങ്കിൽ പിറ്റേന്ന് യൗമുൻ നഹറിന്റെ അന്ന് അഖബയിൽ ജംറ എറിയുന്നത് വരെ തൽബിയത്ത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. സുമ്മ യുസ്തഹബ്ബു തക്ബീർ, പിന്നെ തക്ബീറും മുസ്തഹബാണ്. വലിൽ ഉലമാ ഖിലാഫുൻ ഫി തഹദീദ്, എന്നാൽ ഏതുവരെ എന്ന നിർണയിക്കുന്ന വിഷയത്തിൽ ഉലമാക്കൾക്ക് വ്യത്യസ്ത അഭിപ്രായം ആ വിഷയത്തിൽ ഉണ്ടതാണ്. ഒരു പാരഗ്രാഫ് വായിക്കാം. വൽ മുറാദ് ബിനില്ലായ ഇന്നൽ കസ്ബ മുബാഹൻ ഫി അയ്യാമിൽ ഹജ്ജ് ഇദാ ലം യകുൻ മഖ്സൂദ ബിദ്ദാ. അപ്പൊ ആയത്തിൽ മനസ്സിലാവുക എന്താണ്, നിങ്ങളുടെ ഉദ്ദേശ്യം കച്ചവടം അല്ലെങ്കിൽ ഹജ്ജ് കാലങ്ങളിൽ കച്ചവടം ഹലാലാണ്, സമ്പാദ്യം ഹലാലാണ്. വഅന്നഹു ഹുസ്നി നിയ്യ വമുലാഹതഹു ഫളൻ മിർ റബ്ബി തആല യകൂൻ ഫീ ഇബാദ, നിയ്യത്ത് നന്നാവുകയും അള്ളാഹുവിന്റെ ഫളലാണത് എന്നുള്ള ആ ഒരു ഓർമ്മയോട് കൂടി ഇത് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഇബാദത്തിന്റെ ഒരു ഐറ്റം അതിൽ വരും. വഅന്ന തഫറുഅ ലിൽ മനാസിക് ഫീ അയ്യാമി അദാഇഹ അഫ്ളൽ, എന്നാൽ മനാസിക് ചെയ്യേണ്ട ദിവസങ്ങളിൽ മറ്റു കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് അതിനു വേണ്ടി ഒഴിഞ്ഞിരിക്കലാണ് കൂടുതൽ അഭികാമ്യം. വതനസ്സുഹൻ ജമീഅ ഹുളൂൽ ദുനിയ ഫീ തിൽകൽ ബിഖാഇ ത്വാഹിറ അക്മൽ, ആ വിശുദ്ധ സ്ഥലങ്ങളിൽ ദുനിയാവിന്റെ മറ്റെല്ലാ ഹൽവിൽ നിന്നും മാറി ശുദ്ധത പാലിച്ച് പൂർണ്ണമായി ഇബാദത്തിൽ സ്വയം സമർപ്പിക്കുന്നതാണ് കൂടുതൽ കാമിലായ രൂപം എന്നും മനസ്സിലാവുന്നു. ഇനി ഫൈദ അഫ്ളത്തും മിൻ അറഫാത്ത് എന്നുള്ള ഭാഗമാണ് വ്യാഖ്യാനിക്കുന്നത്. അതിലേക്കുള്ള വായന ഇൻഷാ അല്ലാഹ് അടുത്ത തവണയാക്കാം. 9:41 സ്ഥിതിക്ക് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.